ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മത്തങ്ങ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മത്തങ്ങ എടുത്തിട്ടുണ്ട്. മത്തങ്ങ തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ചെറിയ പീസുകളാക്കി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതാ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിയിട്ട് വേവിക്കരുത് ഒരിക്കലും. അപ്പോൾ അത് വെന്ത് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നെയ്യ് ഒഴിച്ചു. നെയ്യ് ചൂടായി വന്നപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർമെലൺ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് നമുക്ക് നെയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ചെറിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തു. അതും കൂടെ നമുക്ക് അതിൻ്റെ ജലാംശം എല്ലാം ഒന്ന് പോകുന്ന രീതിയിൽ വഴറ്റിയെടുക്കാം. ആ വെള്ളത്തിൻ്റെ മയം ഒന്ന് മാറിക്കിട്ടണം. അതുവരെ നമുക്ക് ഒരുപാടൊന്നും ഇതായി പോകരുത്, ഒന്ന് വഴറ്റിയെടുക്കാം. നെയ്യ് എല്ലാ സ്ഥലത്തും ആ നെയ്യും അണ്ടിപ്പരിപ്പും എല്ലാം ഒന്ന് മിക്സായി കിട്ടണം. അതിന് ശേഷം നമ്മൾ ശർക്കരപ്പൊടി എല്ലാ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ വാങ്ങിക്കാനൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഒരു ബൗൾ നിറച്ചെടുത്തിട്ടുണ്ട്. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അതിട്ട് കൊടുത്തൊന്ന് ഇളക്കിയതിന് ശേഷം നല്ല ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ജീരകത്തിൻ്റെയും ശർക്കരയും തേങ്ങയുടെയും നെയ്യിൻ്റെ എല്ലാം നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മത്തൻ ഇവിടെ നല്ലപോലെ ആവി കയറി വന്നിട്ടുണ്ട് കണ്ടോ. നല്ലപോലെ പരുവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കണ്ടല്ലോ, അതുപോലെ ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, അതാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ ഞാനൊരു 5 അട ഇതിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത്രയ്ക്കുള്ള മാവേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലക്കകത്ത് ഇതൊന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങാക്കൂട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു സൈഡ് വെച്ചിട്ട് നമ്മൾ മറു സൈഡ് കൊണ്ട് ഇത് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ കണ്ടോ, ഇതുപോലെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുക. ആദ്യം 2 സൈഡും മടക്കുക, എന്നിട്ട് ഫ്രണ്ടിലോട്ട് മടക്കിയെടുക്കുക. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം അതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. 10-12 മിനിറ്റോളം ആവും കേട്ടോ നല്ലപോലെ വെന്ത് വരുമ്പോൾ. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇങ്ങനെ ഉരുള പോലെയും ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഇലയുടെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇത് കവർ ചെയ്തപ്പോൾ മൊത്തം അങ്ങോട്ട് കവറായിട്ടില്ല കേട്ടോ, അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ച് ആവശ്യാനുസരണം കഴിക്കാം. കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. നല്ല ജീരകത്തിൻ്റെയും ആ നെയ്യുടെയും എല്ലാം മണവും സൂപ്പറാണ് കേട്ടോ. മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. കണ്ടല്ലോ, അപ്പോൾ സൂപ്പറായിട്ടുള്ള ഇലയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. ബായ്.